അങ്ങനെ ഒരാണ്ട് മുൻപുള്ള രക്ഷാപ്രവർത്തനത്തിന് സുമനസ്സുകളായിട്ടുള്ള നല്ല മനസ്സുകളായിട്ടുള്ള ഒരുപാട് പേര് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് കാവലാളായി മാറി, കണ്ണികൾ ചേർന്നു. അങ്ങനെ ഉള്ള ആ ഇടങ്ങളിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു സംഷാദ് മരക്കാറിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റേത്. ശ്രീ സംഷാദ് മരക്കാർ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ശ്രീ സംഷാദ് മരക്കാർ, അങ്ങനെ ഉള്ളുപിടച്ചിലിൻ്റെ ആ ഒരാണ്ടിൻ്റെ അധ്യായം വീണ്ടും തുറക്കപ്പെടുന്ന ഒരു ദിവസമാണിത്. മനക്കരുത്ത് കൊണ്ടൊക്കെ തന്നെ ഒരുപാട് പിടിച്ചു നിന്ന ആളുകൾ, അങ്ങനെ ജീവിതത്തിൽ തിരികെ വന്ന ആളുകളുടെയൊക്കെ തന്നെ അനുഭവങ്ങളാണ് രാവിലെ മുതൽ മാതൃഭൂമി ന്യൂസ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒരു ഓർമ്മപ്പൂ പോലെ വീണ്ടും എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ തന്നെ കൈപിടിച്ച് ചേർത്ത് നിർത്തേണ്ട, അവരുടെ മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ ഭാഗവാക്കാകേണ്ട ഒരു സിസ്റ്റം കൂടിയാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ വിഭവം ഒരുപാട് സമാഹരിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടി. പക്ഷേ അതിനൊക്കെയുള്ള ഒരു കാലതാമസം, മെല്ലെപ്പോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു വർഷം പിന്നിടുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഈ ഒരാണ്ട് പിന്നിടുമ്പോൾ നിൽക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു വർഷക്കാലത്തെ ഒരു ഓഡിറ്റിംഗ് താങ്കൾ നടത്തുമ്പോൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. സ്വാഭാവികമായി രാവിലെ ഹൃദയഭൂമിയിൽ പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയ്ക്കും നമ്മൾ എത്തുന്നു. ആളുകളെ വീണ്ടും കാണുമ്പോൾ ഒരു വലിയ പ്രയാസമുണ്ട്. ആ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് അവർ പറയണം, അവരെങ്ങനെ ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു വലിയ പ്രയാസമുണ്ട്. അതിനുശേഷം നമ്മളൊരു അനുസ്മരണ സമ്മേളനം വിളിച്ചു, അവരോടൊപ്പം ഇരുന്നു, അവരെ കേട്ടു, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നത്. ഒരു വർഷം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ കടന്നുപോയി എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വർഷം കൊണ്ട് രണ്ട് രീതിയിലായിരുന്നു നമ്മളിവരെ ദുരന്തബാധിതരായ ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിച്ചത്. ഒന്ന് താൽക്കാലികമായും, ഒന്ന് പെർമനൻ്റായും. ആ താൽക്കാലിക പുനരധിവാസത്തിൽ ഏറെക്കുറെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം അടിയന്തര ധനസഹായമാണെങ്കിലും, മരണത്തിൻ്റെ നഷ്ടം ബ്ലഡ് മണി ആണെങ്കിലും, അവരുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നിവർത്തിച്ചു കൊടുക്കാൻ പറ്റി. ക്യാമ്പിൽ നിന്ന് മാറ്റാനും അവരെ വാടക വീടുകളിലേക്ക് എത്തിക്കാനുമൊക്കെ. പക്ഷേ പിന്നീട് നമുക്ക് ആ വേഗത എവിടെയോ കൈമോശം വന്നുപോയി. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ അവരെല്ലാവരും പലയിടത്ത് പല വാടക വീടുകളിൽ തന്നെയാണ്. ഇന്ന് അവരുടെ ഒരു ഒത്തുചേരൽ കൂടിയായിരുന്നു നമ്മളുടെ അനുസ്മരണ സമ്മേളനം എന്ന് പറയുന്നത്. കാരണം വയനാട്ടിലെ 8 or 10 പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകൾ വീണ്ടും ഒരുമിച്ച് കണ്ടുമുട്ടി അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ നിരാശയും പ്രതിഷേധവും എല്ലാം അവർ പരസ്പരം പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്ന ആളുകൾ ഒരുമിച്ചൊരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഈ ഒരു വർഷത്തിൽ നമുക്ക്. അതാണ് ശ്രീ സംഷാദ്, ഞാൻ ആ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടപ്പോൾ മനസ്സിലാക്കിയത്. നമുക്കറിയാം, നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊരു ഏരിയ വിട്ട് നമ്മൾ വർഷങ്ങളായി നമുക്ക് ആത്മബന്ധമുള്ള ജൈവബന്ധമുള്ള ഒരു സ്ഥലത്ത് നിന്നും പറിച്ചു നടപ്പെടുകയാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒറ്റപ്പെട്ട വാടക വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളായിരിക്കും. പെട്ടെന്ന് ആദ്യത്തെ നാളുകളിലൊക്കെ ഒരു സഹാനുഭൂതി ഉണ്ടാകും. കാരണം ആ ഒരു രീതിയിൽ മലയാളി മനസ്സാണ്, അങ്ങനെ ഒരു സ്നേഹം. പക്ഷേ പിന്നീട് അതെപ്പോഴും ഒറ്റപ്പെടലിൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുകയാണെങ്കിൽ അവനവൻ തന്നെ ആയിരിക്കും ഒറ്റപ്പെടുക. അങ്ങനെയൊക്കെ വേദനകൾ കടിച്ചു പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ എത്രയും പെട്ടെന്ന് പഴയതുപോലെ ഒരു ഇടം നൽകുക, അവർക്കങ്ങനെ പറന്ന് അവരുടെ ഓർമ്മകളൊക്കെ, കറുത്ത ഓർമ്മകളൊക്കെ മായ്ച്ചു കളയാൻ വേണ്ടി ഒരു സന്തോഷമായിട്ടൊരു കൂടിച്ചേരൽ വളരെ പെട്ടെന്ന് പ്രാപ്യമാവുക എന്നുള്ളതാണ്. എന്താണ് നമ്മളൊരു ഡിസംബറോട് കൂടി അധിക താമസമില്ലാതെ തന്നെ നമ്മൾ 70 ദിവസത്തിനകം തന്നെ നമ്മൾക്ക് ഈ കാര്യങ്ങൾക്ക് തന്നെ ഒരു വ്യക്തത വരുത്തും എന്ന ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ എവിടെയാണ് ഈ വേഗതക്കുറവ് സംഭവിച്ചത്? ഇന്നിപ്പോൾ ഒരു വർഷത്തിൻ്റെ തലേന്ന് പോലും അവർക്ക് വാഗ്ദാനം ചെയ്ത ടൗൺഷിപ്പ് എന്നത് പൂർത്തീകരിച്ച് അവർക്കൊരു താക്കോൽ, ഈ ദിവസമായിരുന്നെങ്കിൽ താക്കോൽ നൽകി അവരെ അവിടേക്ക് എത്തിക്കേണ്ട ഒരു ദിവസമായിരുന്നു. അതുപോലെ നടന്നിട്ടില്ല. തീർച്ചയായും ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ സ്വന്തം വീട്ടിലേക്ക് താക്കോൽ കൊടുക്കുമെന്ന് വിചാരിച്ചൊരു ദിവസമാണ്. പക്ഷേ ഈ മെല്ലെപ്പോക്ക് തന്നെയാണ് കാരണം. പക്ഷേ ആ മെല്ലെപ്പോക്കിനെ അവർ രണ്ട് രീതിയിലാണ് കാണുന്നത്. കാരണം സന്നദ്ധ പ്രവർത്തകരായ ഒരുപാട് ആളുകൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. അവിടത്തേക്ക് ആളുകൾക്കൊക്കെ താമസം മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 20 or 30 ആളുകൾക്ക് സ്വന്തമായി വീട് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം സന്നദ്ധ പ്രവർത്തകർ നൽകിയ വീടുകളാണ്. അവരെല്ലാം അവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് അതിൽ പരിഹാരമുണ്ടാക്കാൻ നമുക്ക് വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വീട് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ വീട് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് ടൗൺഷിപ്പും അതിലെ മാതൃകാ വീടും ഒക്കെ. മാതൃകാ വീട് പോലും ഇന്ന് പണി പൂർത്തിയാകും എന്ന് വിചാരിക്കുന്നൊരു വീട് മാത്രമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ വേഗതയുടെ കുറവ് വലിയ പ്രയാസമാണ് അവർക്കുണ്ടാക്കി. അതിനോടൊപ്പം അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇന്ന് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ഇന്ന് നമ്മളുടെ മീറ്റിങ്ങിൽ പറഞ്ഞത്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തോടും ഈ സർക്കാരിനോടും ഒക്കെ നമുക്ക് പറയാനുള്ളത്, ആ എടുത്ത തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പിൽ വരുത്താൻ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾ വീണ്ടും ജലരേഖയായി നീണ്ടു പോകുന്ന ഒരു
സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ താങ്കൾക്കറിയാം, മാതൃഭൂമിയിൽ തന്നെ വന്ന ഒരു വാർത്തയാണ് അബുക്കായുമായി ബന്ധപ്പെട്ടൊക്കെ. അവിടെ കെട്ടിടത്തിൽ നിന്ന് വാടക കിട്ടി നല്ല രീതിയിൽ ജീവിതം നടത്തിയ ഒരു മനുഷ്യൻ ഇന്നൊരു പൈസയും ഇല്ലാതെ ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യാൻ പ്രയാസപ്പെടുന്നൊരു വാർത്ത മാതൃഭൂമിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ആളുകളൊക്കെ അവരുടെ കെട്ടിടത്തിൻ്റെ ഒരു നഷ്ടപരിഹാരം ചോദിച്ചു നിൽക്കുകയാണ്. അവരോട് എന്ത് മറുപടി പറയണം നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ക്യാബിനറ്റിൽ അതിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നും വളരെ പെട്ടെന്ന് അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം ഇരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെ ഞാൻ അദ്ദേഹം കേൾക്കെ തന്നെ പറഞ്ഞു, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അത് ബ്യൂറോക്രസിയുടെ ഫയലുകളിൽ ഉറക്കം നടിക്കുകയും അതിൻ്റെ ചുവന്ന വരയുടെ ഉള്ളിൽ പെട്ടുകയും വാക്യങ്ങളും ഒക്കെ അർത്ഥം വേർതിരിച്ച് ഒരാൾ ഇതിനകത്തുനിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നമ്മൾ കൊണ്ടുപോകണം. ചികിത്സയുടെ കാര്യത്തിൽ, അവരുടെ കടത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയുടെ കാര്യത്തിൽ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ആ ഒരു പ്രയാസം എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞ് മടുത്തു. ജനപ്രതികളോടും മാധ്യമപ്രവർത്തകരോടും ഒക്കെ അവർ പറയുകയും അണപൊട്ടിയ രോഷമുണ്ടാവുകയും പ്രതിഷേധമുണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷെ അതിലൊന്നും തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയില്ല. അങ്ങനെ ഇനി ഒരു മുണ്ടക്കൈക്കാരനും ചൂരൽമലക്കാരനും അവൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി കലക്ട്രേറ്റിൻ്റെ പടിക്കൽ സമരത്തിന് വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടാവാൻ പാടില്ല. ആ ആളുകൾക്ക് സന്തോഷത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്ത് അവരെ അറിയിക്കുകയും വേണം. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ കെട്ടിട ഉടമകൾ, അവിടെ ചെറുകിട കച്ചവടം നടത്തിയ വ്യാപാരികളുടെ അവരുടെ ഉപജീവന മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ 9,000 രൂപ വെച്ച് സർക്കാർ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 600ഓളം ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ 500 പേരെ ഒറ്റയടിക്കാണ് ആ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത്. ഇന്ന് ആ അനുസ്മരണ സമ്മേളനത്തിൽ വന്ന മുഴുവൻ ആളുകളും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയോട് പറഞ്ഞ ഏറ്റവും വലിയ പരാതി ഞങ്ങളെ നിങ്ങൾ ഇതിൽ നിന്നകത്ത് ഒഴിവാക്കരുത് എന്നുള്ളതാണ്. അദ്ദേഹം അത് കേട്ട് വലിയ പ്രയാസം. ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രതിനിധി ശ്രീ ജെ മനോജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മനോജ്, ഒരു ദുരന്തം വരുന്ന ഘട്ടത്തിൽ നമ്മൾ രാഷ്ട്രീയം പറയുന്നതൊക്കെ അനൗചിത്യമാണ്. ആ ദുരന്ത ഘട്ടത്തിൽ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു മനസ്സോടുകൂടി എല്ലാം മറന്നുകൊണ്ട് ഒത്തുചേർന്ന് നിൽക്കേണ്ടതാണ്. ആ നിലനിൽപ്പിൻ്റെ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ കാഴ്ചയാണ് കഴിഞ്ഞ ഈ ഒരു വർഷത്തിന് മുൻപ് നമ്മളെല്ലാവരും കാണുകയും പിന്നീട് എത്രയോ നാളുകൾ അതിനോട് സമരസപ്പെട്ട് നമ്മൾ പോവുകയും ചെയ്തു. പക്ഷേ എന്താണ്, നമ്മൾ ബാക്കിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് പിന്നെ സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്, ഭരണകൂടത്തിൻ്റെ കയ്യിലാണ്. അങ്ങനെ ഒറ്റപ്പെട്ട ആളുകളെ അവർക്ക് പുനരുജ്ജീവനം കൊടുക്കുക, അവർക്കൊരു പാർപ്പിടം കൊടുക്കുക, നിത്യ വൃത്തിക്ക് വേണ്ടിയുള്ള വരുമാന മാർഗ്ഗങ്ങൾ ഒപ്പിച്ച് നൽകുക എന്നുള്ളത്. അപ്പോൾ അതിൽ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഒരിക്കലും 100% പെർഫെക്റ്റ് ആയിട്ട് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ, കാരണം ഇവരെയൊക്കെ തന്നെ ചേർത്ത് നിർത്തുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീ ഷംസാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ, കാരണം പകുതി ഹൃദയം പോലും തകർന്നിരിക്കുന്ന ആളുകളൊക്കെ തന്നെ വീണ്ടും പെട്ടെന്ന് അവർക്ക് വരുമാന മാർഗ്ഗങ്ങളിലേക്ക് ഇറങ്ങുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വരുമാനം വീണ്ടും അവർക്കൊന്ന് കരിപ്പിടിപ്പിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്തിമ ലിസ്റ്റുമായി ബന്ധപ്പെട്ട്, അന്തിമ പട്ടികയുമായി ബന്ധപ്പെട്ട് അതിലെയും ഒരു നിവൃത്തി ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ അവിടെ മന്ത്രിതല സംഘം എത്തുമ്പോൾ നിങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പെന്താണ്? ഇനി ഒരു സമയം പോലും നമുക്ക് കാത്തിരിക്കാനോ വേസ്റ്റ് ചെയ്യപ്പെടാനോ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യപ്രാപ്തിയോടുകൂടിയുള്ള ഒരു ഉറപ്പ് റവന്യൂ മന്ത്രിയിൽ നിന്നടക്കം നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടോ മനോജ്? അതായത് ഞങ്ങൾ ഇന്നലെ വരെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ, നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലേറ്റവും എല്ലാ മാധ്യമങ്ങളാണെങ്കിലും ഈ ജനങ്ങളാണെങ്കിലും എല്ലാവരും ബൂസ്റ്റ് ചെയ്ത് കാണുന്നത് നമ്മുടെ ഗുണഭോക്തൃ പട്ടികേൻ്റെ ഒരു കേസ് മാത്രമാണ്. പക്ഷേ ഗുണഭോക്തൃ പട്ടികയിൽ മാത്രമായിട്ട് ഒതുങ്ങിയത് കൊണ്ട് മറ്റ് പല കാര്യങ്ങളും കൃത്യമായി അഡ്രസ്സ് ചെയ്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. കാരണം അവിടെ ഇപ്പോൾ ഗുണഭോക്തൃ പട്ടിക എന്നുള്ളത് സർക്കാർ ആ പട്ടിക വിടുന്നതോടുകൂടെ അതിൻ്റെ പ്രശ്നം പരിഹരിക്കും. ഇപ്പോൾ ഇന്ന് 49 പേരുടെ അടങ്ങുന്ന കൂട്ടിച്ചേർക്കൽ പട്ടിക മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു എന്ന് പറയുന്നത് സന്തോഷം, നല്ല രീതിയിൽ സന്തോഷം. കാരണം ഇനി അതിൻ്റെ കൂടെ തന്നെ മന്ത്രി പറഞ്ഞു, ഇനി ഫിസിക്കൽ പരിശോധന നടത്തി ഹിയറിംഗ് 125ഓളം ആളുകളെ ഹിയറിംഗ് നടത്തിയിട്ടുണ്ട്. അതിൽ ഫിസിക്കൽ പരിശോധന നടത്തി സൈറ്റ് വന്ന് കണ്ട് അതിലേതെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. ശരി, അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളത്, അവിടെ ദുരന്തത്തിൽപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങൾ, ആളുകളുടെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞ പോലെ പീഡിക റൂം വാടകയ്ക്ക് കൊടുത്ത് ഉപജീവനം കഴിഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ നിറയുണ്ട്. അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിൽ കച്ചവടം നടത്തിയ ആളുകളുണ്ട്. അവരെ പ്രയാസങ്ങൾ, അവരെ നഷ്ടം കണക്കാക്കിക്കൊണ്ട് അവർക്കും മാന്യമായ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല.
ഇതിലൊന്നും ഒരു പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായില്ല. പക്ഷേ ഇന്ന് മന്ത്രി ഉൾപ്പെടെ അത് മന്ത്രി അവിടെ പ്രഖ്യാപിച്ചിരുന്നു, ഇത് കണക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നഷ്ടം അതാത് ഡിപ്പാർട്ട്മെൻറ്റിനെ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. സന്തോഷം. അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമുക്കറിയാം അവിടെ ആ ദുരന്തം ബാധിത പ്രദേശത്തെ ലോണുകൾ, ദുരന്തബാധിതരുടെ ലോണുകൾ ഇതുവരെ അപ്പോൾ ആ കേന്ദ്രത്തിൻ്റെ അനുമതിയോ അല്ലെങ്കിൽ കേന്ദ്രമാണ് അത് തള്ളേണ്ടതെന്നുള്ള ഒരു ചർച്ചകളും കാര്യങ്ങളും ഇതുവരെ ഉണ്ടായി. കോടതിയിൽ ഉൾപ്പെടെ അത്തരം ചർച്ചകളുണ്ടായി. കോടതിയിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി പറഞ്ഞു അത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെ തീർത്തു പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറേ കാലമായിട്ട് കേന്ദ്രത്തിൻ്റെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കേന്ദ്രത്തിൽ അത് എഴുതി കാരണം ആകെ 36 കോടിയോ മറ്റോ വരുന്നുള്ളൂ, 36 കോടിയിൽ താഴെ വരുന്നുള്ളൂ. അപ്പോൾ ആ കേന്ദ്രം എഴുതി തള്ളാനൊരു സാധ്യത ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കുറേ കേന്ദ്രമന്ത്രിനെ ഉൾപ്പെടെ വരെ ഞങ്ങൾ കണ്ടു, നിവേദനം കൊടുത്തു. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അത് പറഞ്ഞിട്ടുണ്ട്, എഴുതി തള്ളാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അത് സംസ്ഥാന സർക്കാരിലേക്ക് പ്രതീക്ഷയാണ്. കാരണം ഈ ചെറിയ പൈസ സർക്കാർ വെച്ച് നോക്കുമ്പോൾ 36 കോടിയിൽ താഴെ ഉള്ളൂ. ആ കടങ്ങൾ കൃത്യമായിട്ട് എഴുതി തള്ളുക തന്നെ വേണം. കാരണം ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രതിഷേധ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഗുണഭോക്തൃ പട്ടിക ആണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യമായിട്ട് വരുന്നതുകൊണ്ട് എല്ലാവരും അതിൽ മാത്രമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. മാധ്യമങ്ങളാണെങ്കിലും അവിടുത്തെ ജനങ്ങളാണെങ്കിലും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെ ഇനി വിട്ടുപോയി ഇപ്പോൾ 49 പേരും കൂടി വന്നു കഴിഞ്ഞാൽ 451 പേരുടെ ലിസ്റ്റാകും. ഇപ്പോൾ 402 വന്നിട്ടുണ്ട്, 451 പേരുടെ ലിസ്റ്റാകും. ബാക്കി ഇപ്പോൾ ഞങ്ങൾ ഒരു ദുരന്തം നടന്ന് ഒരു 2-3 മാസം ആയപ്പോഴേക്കും ഞങ്ങൾ കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങൾ ആക്ഷൻ കമ്മിറ്റി പരിശോധിച്ച് മുഴുവൻ വീടുകളുടെയും മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 531 പേരുടെ ലിസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ 451 പേര് വന്നിട്ടുണ്ട്. ഇനി അതിൽ ബാക്കിയുള്ള കുറച്ചധികം ആളുകൾക്ക് സന്നദ്ധ സംഘടനകൾ വീട് കൊടുത്തിട്ടുണ്ട്, നിലവിൽ കൊടുത്തിട്ടുണ്ട് സന്നദ്ധ സംഘടനകൾ. അപ്പോൾ ഏതാണ്ട് 531 അടുത്തേക്ക് കാര്യങ്ങൾ എത്താൻ ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഇനിയും സന്നദ്ധ സംഘടനകളുടെ വീടുകൾ നിറയുണ്ട്. അപ്പോൾ അതല്ല ഇനിയും കിട്ടാത്ത ആളുകൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പാടിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വീട് കിട്ടാത്ത ആളുകൾ ഈ 49 പേര് വന്നാൽ പോലും പുറത്തുണ്ടാവുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം ആളുകൾ ശ്രീ മനോജ്, ഒരുപാട് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങൾ അല്ലെങ്കിൽ വീടുകളൊക്കെ സുരക്ഷിതമാണ് എന്ന് കണ്ടെത്തി ഈ മാനദണ്ഡങ്ങൾ പ്രകാരമാണെങ്കിൽ ആ പരിധിയിലേക്ക് വരാത്ത ആളുകളുണ്ട്. അവരൊക്കെ തന്നെ സമീപിക്കുന്നുണ്ടോ പലരും? കാരണം ഭീതി ഇപ്പോഴും അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഈ അടയാളപ്പെടുത്തി അത് സുരക്ഷിതമെന്ന് പറഞ്ഞ് തിരികെ പോയ ആളുകൾ പോലും അവർ പോലും മടങ്ങിപ്പോകേണ്ട അവസ്ഥ എത്തിയതായി അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ സമീപിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ പടവെട്ടി ഉൾപ്പെടെയുള്ള മേഖലകളുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെ ഇന്ന് 49 പേരുടെ ലിസ്റ്റ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചതിന് ശേഷം അനുസ്മരണ യോഗത്തിൽ പറഞ്ഞത് ഇനി ഹിയറിംഗ് 125ഓളം ആളുകളെ ഹിയറിംഗ് നടത്തിയതിൽ ഫിസിക്കൽ പരിശോധന നടക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓൺലൈനായിട്ട് ഇവരെ കേൾക്കുകയാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അത് പരിശോധിച്ച് അതിൽ ആരൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് നേരിട്ട് വന്ന് സ്ഥലം സന്ദർശിച്ചുകൊണ്ട് പരിശോധിച്ച് അതിലൊരു തീരുമാനം എടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ എന്നേ നമുക്ക് പറയാനുള്ളത്. കാരണം ഇനി ആ കാരണം പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ വൈകിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇപ്പം തന്നെ ഓൾറെഡി ഒരു വർഷം കൃത്യമായിട്ട് ആയി. അപ്പോൾ ഇനിയും വൈകാതെ ഏറ്റവും പെട്ടെന്ന് ഇപ്പോൾ ഈ ദുരന്തബാധിതരുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത് നമുക്കറിയാം. ഞങ്ങളെല്ലാവരും അവിടെ ഒരു ഗ്രാമമാണ്. അപ്പോൾ ഗ്രാമത്തിൽ ആ മരിച്ച ആളുകളും അവിടെ ബാക്കിയുള്ള ആളുകളും പരസ്പരം എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആളുകളും സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാർക്കൊക്കെ പല സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ പല പരിപാടികൾ വരുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നേരിട്ട് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ഒരു 60 വയസ്സിൻ്റെ മേലെയുള്ള ആളുകൾക്ക് പരസ്പരം കാണാനോ അവരോട് സൗഹൃദം പങ്കുവെക്കാനോ ഒന്നും കഴിയുന്നില്ല. അവർക്കത് മാനസികമായിട്ട് ഭയങ്കര ഒരു പ്രയാസം. അതാണ് മനോജ് സൂചിപ്പിച്ചത്, നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. മനോജ് പറഞ്ഞതാണ്. കാരണം ഈ പുതിയ തലമുറയ്ക്കും യുവാക്കൾക്കും ഒക്കെ തന്നെ അവർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അവർക്ക് ആശയവിനിമയം നടത്താം. പക്ഷേ ഈ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആ 60 വയസ്സ് കഴിഞ്ഞ നമ്മുടെ അമ്മമാർ, അവരൊക്കെയാണ് എങ്ങനെ അവരുടെ ജീവിതം അവർ മനസ്സിൽ തേങ്ങലുമായി ഓരോ ദിവസവും തള്ളി നീക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടിയന്തര നടപടികളാണ് വളരെ പ്രധാനപ്പെട്ട. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അതിവേഗം തിരികെ എത്താം. അതിഥികൾ തുടരുക.
ചർച്ചയിലേക്ക് തിരികെ ശ്രീ സംഷാദ് മരയ്ക്കാർ. ഈ ദുരന്തബാധിതരുടെ വായ്പ സംബന്ധിച്ചാണ് അവർ വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നത്. അവരുടെ ഈ വായ്പ തള്ളാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകാമെന്നിരിക്കെ ആ ഒരു സെക്ഷൻ പോലും ഒരുപക്ഷെ ഇപ്പോഴില്ലാത്ത ഒരു സ്ഥിതിയാണ്. ഈ ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റ് എന്ന ഗണത്തിൽ പോലും വയനാട് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പരിഗണന പോലും ഒരുപക്ഷെ അവർക്കില്ലാതെ പോകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. മാത്രമല്ല നമുക്ക് ഇക്കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ കുറച്ചുകൂടി ആധികാരിക ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയണം. കാരണം അവിടെ വയനാടിൻ്റെ മുൻ MP രാഹുൽ ഗാന്ധിക്ക് അറിയാം കാര്യങ്ങൾ, പ്രിയങ്ക ഗാന്ധിക്ക് അറിയാം, ജനപ്രതിനിധികൾക്കറിയാം. അപ്പോൾ ആ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ എങ്ങനെ ഉണ്ടാകും? ഇവർ പറഞ്ഞതുപോലെ തന്നെ അതൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി നിൽക്കുന്ന ഘട്ടത്തിൽ അത് ഒരു വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ആ 10, 11, 12 വാർഡുകളിലെ എല്ലാവരുടെയും വായ്പയുടെ കണക്കെടുത്താൽ പോലും ഒരു 35 കോടി രൂപയുടെ വായ്പയാണ് ഇവർ വിവിധ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും. അത് ദുരന്ത ബാധിതരിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു 16 മുതൽ 18 കോടി രൂപ, മാക്സിമം വന്നാൽ ഒരു 20 കോടി രൂപയ്ക്ക് അപ്പുറത്തേക്ക് ദുരന്ത ബാധിതരുടെ വായ്പയുടെ പ്രയാസം വരില്ല. അതിൽ 57ഓളം കുടുംബം പൂർണ്ണമായും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായി. ആ ആളുകളുടെ ബാധ്യതകൾ സ്വാഭാവികമായും റൈറ്റ് ഓഫ് ചെയ്യപ്പെടും. ബാക്കിയുള്ള തുകയാണ് നമുക്ക് ബാധ്യതയായി നിൽക്കുന്നത്. അത് അവരെ കൊണ്ട് ഒരിക്കലും അടച്ചു തീർക്കാൻ കഴിയില്ല. നമ്മൾ അവർക്ക് ഇപ്പോൾ തന്നെ 6000 രൂപ കൊടുത്ത് അതിന് പണിയെടുത്ത് 2000 രൂപയും കൂടിയും കണ്ടെത്തി വാടക കൊടുത്ത് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ പണം അടയ്ക്കാൻ കഴിയുക എന്നുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യമാണ്. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തമുണ്ടായതിന് ശേഷം ആദ്യം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ഇത് സംസാരിക്കുകയും ഈ വിഷയങ്ങളൊക്കെ പറയുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കേസിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാടിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. ആ നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ദുരന്ത നിവാരണ ചട്ടത്തിൽ നിന്നും ഈ വായ്പ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ക്ലോസ് തന്നെ എടുത്തു മാറ്റി എന്നുള്ള വിചിത്രമായ ഒരു മറുപടിയാണ് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയത്. അതിനർത്ഥം അവർ ഈ ദുരന്ത നിവാരണ ചട്ടപ്രകാരം ഈ പണം എഴുതിത്തള്ളാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. അതിനുശേഷം SLBC മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ബാങ്കുകളുടെ അധികാരികളോട് ഈ പണം എഴുതിത്തള്ളുന്നതിനെക്കുറിച്ച് ഒരു നിർദ്ദേശം വെക്കുകയുണ്ടായി. പക്ഷേ അത് ഫലത്തിൽ നടന്നില്ല. കേരള ബാങ്ക് പോലെ 1-2 ബാങ്കുകൾ മാത്രമാണ് എഴുതിത്തള്ളിയത് എന്നുള്ളതാണ്. കാർഷിക ഗ്രാമവികസന ബാങ്ക് ഇത് എഴുതിത്തള്ളുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ഇതുവരെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നും പറയുന്നു. അത് സർക്കാർ വൃത്തങ്ങൾ അത് ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. അതിനോടൊപ്പം ഈ പണം എഴുതിത്തള്ളാൻ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ തയ്യാറാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ഈ ചർച്ച നടക്കുന്ന ഇന്ത്യയുടെ പാർലമെൻറ്റിൽ 0 അവറിൽ ബഹുമാനപ്പെട്ട വയനാടിൻ്റെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ വിഷയം ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നിരന്തരം ഡൽഹിയിലെ പാർലമെൻറ്റ് അങ്കണത്തിൽ ഇത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. പാർലമെൻറ്റിൻ്റെ അകത്തും മന്ത്രിമാർക്ക് കൊടുക്കുന്ന നിവേദനങ്ങളിലും പ്രധാനമന്ത്രിക്ക് കൊടുത്ത നിവേദനങ്ങളിൽ ഈ പ്രശ്നം പറയുന്നു. പക്ഷേ പരിഹാരം ഉണ്ടാവുന്നില്ല. ഇനി കേന്ദ്രം തരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരിത് സഹായിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് തർക്കമില്ലല്ലോ. അവർ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളില്ലല്ലോ. ഇനി കേരള സർക്കാരിന് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ 775 കോടി രൂപ ഒരു വർഷത്തോളമായി. ആ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 60 കോടി രൂപയുടെ ഇൻട്രസ്റ്റ് പോലും കിട്ടിയിട്ടുണ്ടാവും. ആ ഇൻട്രസ്റ്റിൽ നിന്നൊരു 20 കോടി രൂപ എടുത്ത് ഈ ആളുകൾക്ക് അവരുടെ നഷ്ടം കണക്കാക്കിയ ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ തീരുമാനിച്ചാൽ ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാം. അതിന് പരസ്പരം സാങ്കേതികത്വത്തിൻ്റെ കാര്യങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അതിനൊരാൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. കേന്ദ്രം വരുന്നില്ലെങ്കിൽ കേരളം മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ മുന്നിട്ടിറങ്ങി ഈ പ്രശ്നം പരിഹരിക്കണം. ഇത് പരിഹരിച്ചില്ലെങ്കിലുള്ളൊരു പ്രയാസം, അവരവരുടെ സ്വത്തും അവർക്ക് നല്ല ലാൻഡ് ഉണ്ടായിരുന്ന ആളുകളാണ്, നല്ല ബിൽഡിംഗ് ഉണ്ടായിരുന്ന ആളുകളാണ്, നല്ല വീടുകൾ ഉണ്ടായിരുന്ന ആളുകളാണ്, നല്ല വരുമാനം ഉണ്ടായി. ഈ സമയത്താണ് ഇവർ ഈ ലോൺ അപ്ലൈ ചെയ്തത്, ഇവർക്ക് കിട്ടിയത്. ഇന്ന് അവരുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങുകൾ മുഴുവൻ വാഷ് ഔട്ടായി, അവരുടെ വീട് നഷ്ടപ്പെട്ടു. അവർക്കിനി കിട്ടാൻ പോകുന്നത് ഈ ടൗൺഷിപ്പിലെ 1000 സ്ക്വയർ ഫീറ്റ് വീട് മാത്രമാണ്. ആ വീട് കിട്ടിയാലും അവരുടെ ഉപജീവന മാർഗം തിരിച്ചു കൊടുക്കാൻ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടില്ല. അവർക്കൊരു കാരണവശാൽ അവർക്ക് ലോൺ അടയ്ക്കാൻ കഴിയില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ലോണ് കിട്ടില്ല, മറ്റൊരാവശ്യത്തിന് ലോണ് കിട്ടില്ല. ഒരു മൊബൈൽ ഫോൺ EMI ഇട്ട് വാങ്ങാൻ പോലും ലോണ് കിട്ടാത്ത സ്ഥിതിയിലേക്ക് മുണ്ടക്കൈക്കാരും ചൂരൽമലക്കാരും പോയി കഴിഞ്ഞിരിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ. ഇനി നമ്മൾ ഈ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ അതൊരു വയനാട് താങ്കൾക്കും അറിയാം, പണ്ട് ഈ കാർഷിക കടവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രയാസം നേരിട്ടൊരു ജില്ലയാണ്. അപ്പോൾ ഈ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പ്രിയപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം ഒരു രൂപ വായ്പ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു പിൻകോഡായി അവിടുത്തെ പിൻകോഡ് മാറി എന്നുള്ളതാണ്. ആ പിൻകോഡ് ഉള്ള ഒരാൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ ആ പിൻകോഡ് അടിച്ചു കഴിഞ്ഞിട്ട് പറയുകയാണ്, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പറയുകയാണ് ആ പ്രദേശത്തേക്ക് ലോൺ തരുന്നില്ല എന്നാണ്. അപ്പോൾ അവരത് നിർത്തി. ഇനി ബാങ്കുകളാണ്, ബാങ്കുകളിൽ സിവിൽ സ്കോറിൻ്റെ പ്രയാസം വരും, അവർക്ക് ഒന്നും സംഭവിക്കില്ല, ഒരു ലോണും കിട്ടാത്ത സാഹചര്യം വരും. ഇത് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഇത് പരിഹരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യമായ കണക്ക്
ഇവിടുത്തെ ലീഡ് ബാങ്ക് മാനേജറടുത്തും ഇവിടുത്തെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലും ഉണ്ട്. ഓരോ ആളുകളുടെ ഹിയർ ചെയ്ത് അവരുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കണം. ഇത് ദുരന്തം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ചീഫ് സെക്രട്ടറി ശ്രീ വേണു, റിട്ടയർ ചെയ്ത നമ്മുടെ ചീഫ് സെക്രട്ടറി ശ്രീ വേണു വിളിച്ചു ചേർത്ത മുട്ടിലിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇവരുടെ ബാധ്യതകൾ പ്രയാസപ്പെടുത്തും, ആ ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുകൂടി നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യണം. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചർച്ച ഇന്നും തുടർന്നു പോവുകയാണ്. ഒരു വർഷം കഴിഞ്ഞ് ആ ചർച്ച വീണ്ടും തുടർന്നു പോവുകയാണ്. അപ്പോൾ അത് ഷംഷാദ് മരക്കാരനെ പോലെയുള്ളവർ ഒന്നുകൂടി ഒരു അറ്റൻഷൻ, ശ്രദ്ധ ക്ഷണിക്കൽ ഈ 1ാം വാർഷികത്തിലും നടത്തുന്നത്. ശ്രീ മനോജ്, നമുക്കറിയാം ഓരോ ആണ്ടുകൾ കഴിയും തോറും അടുത്ത ആണ്ട് 1ാം ആണ്ട് 2ാം ആണ്ട് എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തലിൻ്റെ മാത്രമല്ലെങ്കിൽ ആ വിലാപങ്ങളുടെ വർഷമായി പോകാൻ പാടില്ല. അപ്പോൾ എന്താണ് ടൗൺഷിപ്പ് അടിയന്തരമായി പൂർത്തീകരിക്കുക, ഈ അന്തിമ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുത്തുക, പിന്നീട് ഉപജീവന മാർഗം. നേരത്തെ ഷംഷാദ് മരക്കാർ പറഞ്ഞപ്പോൾ നമ്മൾ ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് അവിടുത്തെ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. EMI കാര്യമായാലും ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട് അതൊരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ചെലുത്തുക, ഇല്ലെങ്കിൽ നമ്മളൊരു B പ്ലാൻ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ടൗൺഷിപ്പിൻ്റെ കാര്യത്തിൽ എന്ത് ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ഒരു സമയ പരിധി പറഞ്ഞിട്ടുണ്ട് റവന്യൂ മന്ത്രിയുടെ ഭാഗത്തുനിന്ന്? അങ്ങനെ എന്തെങ്കിലും ഒരു അറിയിപ്പ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്? ഇനി എത്ര നാൾ കാത്തിരിക്കണം എന്ന കാര്യത്തിൽ? അതെ അതെ അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ 60 വയസ്സ് മേലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അത് അവരുടെ മാനസിക പ്രയാസം പറയാൻ കാരണം ഏറ്റവും പെട്ടെന്ന് വേഗത്തിലാക്കിക്കൊണ്ട് ഞങ്ങളെ ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ ആ മാനസിക പ്രയാസം നമുക്ക് മാറ്റിക്കളയാൻ വേണ്ടി കഴിയും. കാരണം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിയുമ്പോൾ ആ പഴയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആ ഈ പ്രായമുള്ള ആളുകളുടെ മാനസിക പ്രയാസം മാറ്റാൻ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ അവിടെ ചൂരൽമല പ്രദേശത്ത് പിന്നെ പല പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ തൊഴിലുറപ്പ് പോലെ ഉള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന പ്രായമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ തന്നെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലൊക്കെ മൈക്രോ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സൗകര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ശരി, അത് നടക്കട്ടെ. പക്ഷേ ഈ ഒരു പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, മക്കൾ നോക്കാനില്ലാത്ത ആളുകളൊക്കെ തന്നെ ഉണ്ട് അവിടെ. അവരൊക്കെ ഈ തൊഴിലുറപ്പ് പോലുള്ള ചെറിയ പിന്നെ ജോലികൾ ചെയ്ത് കഴിഞ്ഞിരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് ഭാവിയിൽ ഈ സർക്കാരിന് കിട്ടുന്ന ഒരു പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ മാത്രം വെച്ചുകൊണ്ട് അവർക്ക് കഴിയാൻ കഴിയില്ല. കൽപ്പറ്റ ടൗണിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യാം? അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് തന്നെ പോകണം എന്നാണ് പറയാനുള്ളത്. ഞങ്ങളെന്തായാലും ഈ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മന്ത്രി നമുക്ക് ഉറപ്പ് തന്നത്, മന്ത്രിയാണെങ്കിലും അധികാരികൾ കംപ്ലീറ്റ് ഉറപ്പ് തന്നത് ഈ ഡിസംബറോട് കൂടെ പിന്നെ വീടിൻ്റെ ടൗൺഷിപ്പിലുള്ള വീടിൻ്റെ പണി പൂർത്തിയാക്കി പിന്നെ ജനുവരിയിൽ തന്നെ താക്കോൽ കൈമാറുമെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അത് നിലവിൽ മഴ കാരണം കുറച്ച് വർക്ക് ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ഡിലേ വന്നതിൻ്റെ ഒരു കുറവ് നികത്താൻ വേണ്ടി ഇനിയുള്ള സമയം തൊഴിലാളികളെ കൂടുതൽ വെച്ചുകൊണ്ട്, ഇപ്പോൾ നിലവിലുള്ള തൊഴിലാളികളല്ല അതിൻ്റെ ഇരട്ടിയോ അതിലധികമോ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഏറ്റവും സ്പീഡായിട്ട് പിന്നെ ഈ ഡിസംബറിൽ തന്നെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കണം. ടൗൺഷിപ്പിലെ വീടിനെ കുറിച്ച് പിന്നെ ഞങ്ങൾക്ക് നല്ല മതിപ്പാണ്. കാരണം ഞങ്ങളവിടെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പടുകൂറ്റൻ പില്ലറും അതിൻ്റെ ഫൂട്ടിങ്ങും ഒക്കെ കാണുന്നുണ്ട് അവിടെ. അതുകൊണ്ട് വീടിൻ്റെ വർക്കിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് നിലവിൽ ഒരു ആശങ്കയില്ല. പക്ഷേ അത് ഏറ്റവും വേഗത്തിലാക്കി പിന്നെ ഞങ്ങളെ അവിടെ ഒരുമിപ്പിക്കാനുള്ളൊരു പണി എടുക്കണം എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ നഷ്ടപരിഹാരത്തിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ 5 സെൻറ്റും 10 സെൻറ്റും ഭൂമി ഈ വീട് കെട്ടാൻ വേണ്ടി ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അവർക്കൊന്നും നഷ്ടപരിഹാരം ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ ആ ഒരു എസ്റ്റേറ്റിലൊക്കെ പണിയെടുത്തുകൊണ്ട് കുറേ കാലം വർക്ക് ചെയ്തുകൊണ്ട് ചെറിയൊരു പൈസ സ്വരൂപിച്ച് ചിട്ടികളൊക്കെ ചേർന്ന് അതിൽ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലം വാങ്ങി ഇനിയൊരു 5 കൊല്ലോ മറ്റോ അധ്വാനിച്ച് ചിട്ടിയൊക്കെ ചേർന്ന് ഒരു വീട് വെക്കാൻ പിന്നെ വേണ്ടിയിട്ടാണ് ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവരൊന്നും നമ്മൾ കാണാതെ പോരുത്. അവർക്കൊക്കെ മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ പിന്നെ അവിടെ ഇപ്പോൾ ബാക്കിയായ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ചൂരൽമല പ്രദേശത്ത് ടൗൺഷിപ്പിലൊന്നും പെടാതെ ഈ ദുരന്തബാധിത ഇതിലൊന്നും പെടാതെ ബാക്കിയായ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ ഈ വേഗത്തിൽ ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എല്ലാ ടൗൺഷിപ്പിൻ്റെ പണിയും ദുരന്തബാധിതരുടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ആ ബാക്കിയുള്ള ചൂരൽമലക്കാരെ പിന്നെ നോക്കിയാൽ മതി എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടെന്നല്ല പറഞ്ഞത്, ഇതുവരെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേഗത്തിൽ തന്നെ അവർക്കും ഒരു അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ അവിടെ സർക്കാർ സ്ഥാപനങ്ങളൊന്നുമില്ല, പോസ്റ്റ് ഓഫീസില്ല, പിന്നെ ബാങ്കില്ല, പിന്നെ സ്കൂളില്ല,
അംഗനവാടികളില്ല, ഹെൽത്ത് സെൻ്റർ ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം അവിടെ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ശരി, അതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് പോലെ ടൗൺഷിപ്പ് പൂർത്തീകരിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾക്ക് ഉത്തരമാകുന്നില്ല. ഒരുപാട് ആവലാതികൾക്ക് ഉത്തരം കണ്ടെത്താനുമുണ്ട്. അതാണ് അവർ നിരത്തിയത്. സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ തന്നെ അത് പരിഗണിക്കപ്പെടും. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരാണ്ട് തികയുമ്പോഴാണ് സംഷാദ് മരക്കാറും ഒക്കെ ഈ കാര്യങ്ങൾ വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത സംഷാദ്. ഒപ്പം തന്നെ മനോജ്